സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ബിരിയാണി അരിയാണ്. നമ്മുടെ തലശ്ശേരി ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ വളരെ ഈ നേരിയ ഒരു കുഞ്ഞരിയാണ്. ഇതിന് ജീരകശാല അരി, വയനാടൻ കൈമ എന്നൊക്കെ പറയും. നല്ല രുചിയും മണമൊക്കെ ഉള്ളൊരു അരിയാണിത്. ഞാൻ ഈ അരി 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് അരിക്ക് ഇരട്ടി തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതായത് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് തിളച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കും നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ചിക്കനാണ്. ആ ചിക്കനെ കുറച്ച് നേരം നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് ഉള്ളത്. ഈ 1 കിലോ ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കും. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെടുത്ത് കുറച്ച് നേരത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കുടം വെളുത്തുള്ളിയാണ്. അത് ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഇഞ്ചി ആവശ്യമുണ്ട്. ഒരു 5-6 പച്ചമുളക്. ഇത് ഒരുവിധം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് കുറച്ച് മതി. ഇത്രയും പച്ചമുളക് എടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ചതച്ച് കൊണ്ടുവരണം. ഒരു 2 വലിയ ഉള്ളി നേരിയതായി നീളത്തിൽ അരിഞ്ഞത് ആവശ്യമുണ്ട്. ഇത് വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 വലിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് നമുക്ക് എടുക്കണം. 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും ആവശ്യമുണ്ട്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ആവശ്യമുണ്ട്. ഇനി നമ്മൾ തലശ്ശേരി ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വേറെ മല്ലിപ്പൊടിയും അങ്ങനത്തെ ഒരുപാട് മസാലകളൊന്നും ഒരുപാടില്ല. ഈ ഒരു മസാലയാണ് നമ്മൾ തലശ്ശേരി ബിരിയാണിയിലെ മെയിനായിട്ടുള്ള സാധനം. ഇത് നമ്മൾ അപ്പം തന്നെ വറുത്ത് പൊടിച്ചെടുക്കുന്ന സാധനമാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറയാം. പെരിഞ്ജീരകം, ഈ ഒരു സ്പൂൺ അളവിൽ പെരിഞ്ജീരകം വേണം. സ്പൂണിൻ്റെ പകുതി നമുക്ക് ചെറിയ ജീരകം. പിന്നെ വേണ്ടത് കുറച്ച് പട്ട വേണം. ഒരു 6 ഏലക്ക ആവശ്യമുണ്ട്. ഒരു ചെറിയ കഷ്ണം ജാതിക്ക. പിന്നെ വേണ്ടത് ഒരു 6 ഗ്രാമ്പു വേണം. ഒരു തക്കോലം വേണം. ഇത്രയും സാധനങ്ങൾ. ഇത് നമുക്ക് വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ടുവരാം. നമുക്ക് ഒരു 3 പിടി അളവിൽ മല്ലിയില ആവശ്യമുണ്ട്. ഒരു കുറച്ച് പുതിനയില ആവശ്യമുണ്ട്. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ നെയ്യിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. അത് ഞാൻ ഇപ്പം ചേർക്കുന്ന അളവ് കണ്ടിട്ട് നോക്കിയാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉള്ളി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. കുറച്ച് ഉപ്പുണ്ട്, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര എന്തിനാണ് നല്ലൊരു മുരിഞ്ഞ് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരുന്നുള്ളൂ അന്നേരം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എണ്ണയിലൊന്ന് മാറ്റി വയ്ക്കാം. ഉള്ളി വറുത്തെടുത്ത ഈ എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം കശുവണ്ടിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കിസ്മസും കൂടി അങ്ങോട്ട് ഇടാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. നമുക്ക് ഈ മസാലയൊന്ന് വറുത്ത് പൊടിച്ച് എടുക്കണം കേട്ടോ. പാനിലേക്ക് ഇട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് വറുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു പാന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളിത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റോളം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വലിയ ഉള്ളി ചേർക്കാം. നമുക്കൊരു ടേബിൾ സ്പൂൺ കൂടി ഉള്ളി ചേർക്കാവേ. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളവിടെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു 12 മിനിറ്റോളം ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വഴറ്റിയത്. ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അത് ചേർക്കാം. കുറച്ച് നമ്മൾ ബാക്കി വയ്ക്കും. നമുക്ക് ആ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് നമുക്കത് ആവശ്യമുണ്ട്. ഇത് കുറച്ച് മസാല വെച്ച് ബാക്കി മുഴുവൻ നമ്മളതിലേക്ക് ചേർക്കും. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് ചേർത്തെടുക്കണം. അപ്പം നമ്മൾ ഈ മസാല ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇട്ട് കൊടുക്കാം. വെന്ത് വരാൻ വേണ്ടി ഏകദേശം ഒരു 5 മിനിറ്റും കൂടി എടുത്തപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ച് ചേർക്കാം. കുറച്ച് മല്ലിയില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. നമുക്ക് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം. ഒരു കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൂടെ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടില്ല, വേവാൻ ഇനി സമയമില്ല. ആ നേരം കൊണ്ട് നമുക്കിതിനെ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ അടുപ്പിൽ ചോറ് വയ്ക്കാൻ തുടങ്ങാണ് കേട്ടോ. ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങും. അതിനുവേണ്ടി ഞാൻ ആദ്യം നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഉണ്ടായിരുന്നല്ലോ, ആ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ ഒരു 3 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇടാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരി നമ്മൾ വറുക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കണം. ഞാൻ ഈ അരി എണ്ണയിൽ ഒരു 3 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് 8 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ് ഈ പാത്രത്തിൽ. ഇത് ഇതിലേക്ക് ഒഴിക്കാം. തീ കുറച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ, മേത്തേക്കൊന്നും ഒഴിക്കരുത്. എന്നിട്ട് ഈ ചോറിന് ആവശ്യമായ ഉപ്പ്, പാകത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടുള്ളൂ കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു മൂടി, ഇതിൻ്റെ പാകത്തിലുള്ള മൂടിയിൽ ഞാനൊരു തുണി വെച്ചിട്ട് ഈ മൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഞാൻ മൂടി വയ്ക്കും. തീ ഒന്ന് കുറച്ച് വയ്ക്കും. നമ്മൾ ചോറിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ കാര്യം മറന്നു പോകും. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിലൊക്കെ പിടിച്ചു പോകും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് പാകത്തിന് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കണ്ട നോക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മുടെ ചോറൊന്ന് നോക്കാം ഇനി വെന്തോന്ന്. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചോറ് പതുക്കെ അടിയിൽ നിന്ന് തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടോ? ഒക്കെ നല്ല വിട്ട് കിടക്കുന്ന നല്ല ചോറാണ്. ചോറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചോറ് ആക്കി എടുക്കാൻ എനിക്ക് അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ തുറന്നല്ലോ, 6 മിനിറ്റ് കൊണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, പട്ടയും ഗ്രാമ്പും ഏലക്കയും, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റണം. നമ്മൾ ബിരിയാണി കഴിക്കാൻ നേരത്ത് കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി,
അത് കുറച്ചവിടെ വെച്ചേക്കണം കേട്ടോ. കുറച്ച് നമുക്ക് ഡെക്കറേഷൻ ആവശ്യമുണ്ട്. അതാദ്യം ഞാൻ കുറച്ച് ഈ ചിക്കൻ്റെ മസാലയിലേക്ക് ആദ്യം കുറച്ചിടുകയാണ് കേട്ടോ. കുറച്ചതിട്ട് വരും. ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മൾ കുറച്ച് മസാല പൊടിച്ച് വെച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു, അത് കുറച്ച് കണ്ട് തൂക്കി കൊടുക്കാം. ഇത്തിരി മസാല. ഇതിന് മേലെ നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് മല്ലിയില, കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മസ്, ഒരു കുറച്ച് നെയ്യും കൂടി. വീണ്ടും നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടു, കുറച്ച് നെയ്യ്, ലാസ്റ്റത്തെ ലെയർ ചോറും കൂടി ഇടുകയാണ് കേട്ടോ. ഉള്ളി കിസ്മിസ് സാധനങ്ങളൊക്കെ ഇട്ടു, ഒരിത്തിരി നെയ്യും കൂടി ഇട്ട് നമുക്കിത് അടച്ച് വെക്കണേ. ഞാൻ ഉപയോഗിക്കാത്തൊരു ദോശക്കല്ലാണ് ഇത്. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിരിക്കുകയാണ് ഈ കല്ല്. നന്നായി ചൂടായിരിക്കുന്ന കല്ലിലേക്ക് ഞാനിതാ ഈ ബിരിയാണീൻ്റെ പാത്രം എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഇത് നമുക്കിങ്ങനെ ഒരു 6-7 മിനിറ്റ്, ഒരു 7 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ബിരിയാണി എടുക്കാം കേട്ടോ. അപ്പോൾ 6 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണീനെ നോക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അടിയിലാണ് നമുക്ക് മസാലയുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചോറ് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ചോറ്, മുകളിലുള്ള ചോറ് മുഴുവൻ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഈ പാത്രത്തിലുള്ളത് മസാല മാത്രം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പ്ലേറ്റ് ബിരിയാണി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു പീസ് ചിക്കനും കുറച്ച് മസാലയും കൂടി നമ്മളിട്ടു. മേലേക്ക് കുറച്ച് ചോറ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയും കൊണ്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ.